നമസ്കാരം, എൻ്റെ പേര് അഖിൻ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഒരു സോളാർ പാനൽ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പാർട്സുകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോവുകയാണ്. ഒരു സോളാർ പാനലിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതുപോലൊരു ബിഗ് സൈസ് ആയിരിക്കും ഒരു സോളാർ പാനലിൻ്റെ സൈസിങ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ സൈസിങ്ങിൽ വ്യത്യാസം വരുന്നത്? നമുക്കറിയാം ഒരു 350 വാട്ട്സ് പാനലിൻ്റെ സൈസ് അല്ല ഒരു 550 വാട്ട്സിൻ്റെ പാനലിൽ വരുന്നത്. പാനലിൻ്റെ ഔട്ട്പുട്ട് കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ സൈസിലും വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, നമ്മളൊരു സോളാർ പാനൽ എടുത്തിട്ട് അതിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മളൊരു പാനൽ എടുത്ത് അതിൻ്റെ സെൻറ്ററിലൂടെ മുറിക്കുകയാണ്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട്, അതായത് പാനലിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും അതിൻ്റെ സെല്ലുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു സോളാർ പാനലിൻ്റെ ടോപ്പ് പോർഷനിലായിട്ടാണ് അതിൻ്റെ ഗ്ലാസ് വരുന്നിരിക്കുന്നത്. അതായത് ഈ സെല്ലുകളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഗ്ലാസ് പ്ലേറ്റ് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു പാനലിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു PVC ഷീറ്റ് കാണാം. PVC ഷീറ്റ് വെച്ചിരിക്കുന്നതും സെല്ലിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് സോളാറിൻ്റെ സൈഡുകളിലായിട്ട്, 4 സൈഡിലായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ഒരു ചാനൽ ഉപയോഗിച്ചുകൊണ്ട്. ഇത്തരം പ്രൊട്ടക്ഷൻ മെറ്റീരിയലുകളും അല്ലെങ്കിൽ സിസ്റ്റവും യൂസ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോളാർ സെല്ലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സോളാർ സെല്ല് എന്ന് പറയുന്നത് വളരെ നേർത്ത ഒരു പേപ്പറിൻ്റെ കനത്തോളം നമുക്ക് ഉദാഹരണം പറയാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് സോളാർ സെല്ലുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സോളാർ പാനൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തൊന്നും യാതൊരു തരത്തിലുള്ള ഡാമേജും സെല്ലിന് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രൊട്ടക്ഷൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സോളാർ പാനൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന എവിടെയാണ്? ഔട്ട് സൈഡിലാണ്. അപ്പം വെയിലും അതുപോലെ തന്നെ മഴയത്തുമൊക്കെ ഇരിക്കേണ്ട ഒരു യൂണിറ്റാണ് സോളാർ പാനൽ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം പ്രോബ്ലംസ് എന്ന് വരെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ലോങ് ലൈഫ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും കൃത്യമായ ഔട്ട്പുട്ട് കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് അത്തരം പ്രൊട്ടക്ഷനും എല്ലാം കൊടുത്തുകൊണ്ട് ഒരു പാനൽ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോളാർ പാനലിൻ്റെ സൈസ് കൂടുന്നത് അതിൽ നിന്നും വരുന്ന ഔട്ട്പുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇമേജ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ഒരുപാട് സോളാർ സെല്ലുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു സോളാർ പാനൽ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ സെല്ലിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സോളാർ പാനൽ എത്രത്തോളം സൈസിലേക്ക് പോകും എന്നുള്ളത് നിശ്ചയിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു 550 വാട്ട്സിൽ വെക്കേണ്ട സോളാർ സെല്ലിൻ്റെ എണ്ണമല്ല ഒരു 350 വാട്ട്സിൽ വെക്കേണ്ടത്, അല്പം കുറവായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള അതിൻ്റെ സൈസിങ്ങിലും വ്യത്യാസം വരും. ഓക്കെ, അതായത് ഒരു സോളാർ പാനലിൻ്റെ സൈസ് നിശ്ചയിക്കുന്നത് അതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ഇൻസെർട്ട് ചെയ്യുന്ന സോളാർ സെല്ലിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ഈ സോളാർ സെല്ലുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളത്. നോർമലി നമുക്ക് വരുന്ന സോളാർ പാനലുകളെ സെല്ലുകൾ ക്രമീകരിച്ചിരിക്കുന്നത് സീരീസ് കണക്ഷനാണ്. എന്താണ് സീരീസ് കണക്ഷൻ എന്നല്ലേ, നമുക്ക് അതൊന്ന് ആദ്യം ഒന്ന് നോക്കാം. സീരീസ് കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്ത് പോകുന്നതിനെയാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബാറ്ററിയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് വയർ മറ്റൊരു ബാറ്ററിയുടെ നെഗറ്റീവ് വയറിലും, ആ ബാറ്ററിയുടെ തന്നെ പോസിറ്റീവ് വയർ മറ്റൊരു ബാറ്ററിയുടെ നെഗറ്റീവ് വയറിലും ഇതുപോലെ ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് പോകുന്നതിനാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പാരലൽ കണക്ഷൻ ഉണ്ട്. പാരലൽ കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്ററിയുടെ പോസിറ്റീവും മറ്റൊരു ബാറ്ററിയുടെ പോസിറ്റീവും അങ്ങനെ ഒരു തുടർച്ചയായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതിനെയാണ് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ സീരീസായും പാരലലും കണക്ഷൻ ചെയ്യുമ്പം ഒരു വ്യത്യാസം നടക്കുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് സീരീസ് കണക്ഷൻ ചെയ്യുമ്പോൾ സെല്ലുകളുടെ വോൾട്ടേജ് കൂടിക്കൊണ്ടിരിക്കും, അത് ആഡ് ആയിക്കൊണ്ടിരിക്കും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിവിടെ 12 വോൾട്ട് 100 Hൻ്റെ ബാറ്ററീസ് ആണ് ഈ ഇരിക്കുന്നതെന്ന് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ സീരീസ് കണക്ഷനാണ് ചെയ്യുന്നതെങ്കിൽ 2 ബാറ്ററി കണക്ട് ചെയ്യുമ്പോഴേക്കും 24 വോൾട്ടും 3 ബാറ്ററി കണക്ട് ചെയ്യുമ്പോഴേക്കും 36 വോൾട്ടും അങ്ങനെ 48, അങ്ങനെ ഒരു ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും വോൾട്ടേജ്. ഏതിലാണ്? സീരീസ് കണക്ഷനിൽ. എന്നാൽ ഈ ബാറ്ററിയുടെ AH നമ്മൾ പറഞ്ഞിട്ടുണ്ട് 100 H ബാറ്ററി ആണെന്നുള്ളത്. ഈ AH എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു ബാറ്ററിയുടെ AH എത്രയാണ്? 100 H. ആ 100 Hൽ തന്നെ അത് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. അത് വോൾട്ടേജ് കൂടിക്കൊണ്ടിരിക്കും, ആംബിയർ സെയിമും ആയിരിക്കും. ഇതാണ് സീരീസ് കണക്ഷൻ്റെ പ്രത്യേകത. എന്നാൽ പാരലൽ കണക്ഷനിലേക്ക് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആവും. അതായത് ആംബിയർ കൂടിക്കൊണ്ടിരിക്കും, വോൾട്ടേജ് കോൺസ്റ്റൻറ്റും ആയിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് 100 ആംബിയർ ആണ്. 100 ആംബിയറിൻ്റെ 3 ബാറ്ററി നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആംബിയർ എന്ന് പറയുന്നത് 300 AH ആയിരിക്കും, അല്ലെങ്കിൽ 300 ആംബിയർ ആയിരിക്കും. വോൾട്ടേജ് എന്ന് പറയുന്നത് 12 ആയിരിക്കും. അതായത് ആംബിയർ കൂടിക്കൊണ്ടിരിക്കും, വോൾട്ടേജ് സെയിമും ആയിരിക്കും. ഇതാണ് പാരലലും സീരീസും തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പാനലുകളായാലും ബാറ്ററിനെ ആയാലും നമുക്ക് സീരീസ് പാരലൽ കോമ്പിനേഷൻ ചെയ്യേണ്ടി വരും. ചില കേസുകളിൽ സീരീസ് കോമ്പിനേഷൻ ചെയ്യേണ്ടി വരും, ചില കേസിൽ പാരലൽ കോമ്പിനേഷൻ ചെയ്യേണ്ടി വരും. ചില സമയങ്ങളിൽ ഇത് രണ്ടും കൂടി ചെയ്യേണ്ടി വരും.
അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ സീരീസ് പാരലൽ കോമ്പിനേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ കണക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് തിരിച്ച് സോളാർ സെല്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയാണ് സോളാർ പാനലുകൾ നിർമ്മിച്ചത്. അതായത് സീരീസ് കോമ്പിനേഷനാണ് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്ന പാനലുകളിൽ വരുന്നത്. ചില കേസുകളിൽ ഇത് സീരീസ് പാനൽ കോമ്പിനേഷൻ ഉള്ളതൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പാനലിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ അത് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്, സോളാർ സെല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. നമ്മൾ ബേസിക് ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുണ്ട്, സോളാർ സെല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് സെമി കണ്ടക്ടർ മെറ്റീരിയലുകൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സോളാർ സെല്ല് ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽ ഏതാണോ ആ മെറ്റീരിയലിൻ്റെ അടിസ്ഥാനത്തിലാണ് സോളാറിൻ്റെ നൈം മാറുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മൾ വളരെ ഫെമിലിയറായിട്ട് ഇപ്പോൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോണവരായാലും അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായാലും ഒരുപാട് പാനലിൻ്റെ നൈംസ് പറയുന്നത് കേട്ടു. ഇതെല്ലാം പറയുന്നത് ഈ സെല്ലിൻ്റെ കാറ്റഗറി, ആ സെല്ല് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാണോ നിർമ്മിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പേര് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒരു സോളാർ പാനലിൻ്റെ എടുത്ത് പറയേണ്ട കുറച്ച് പാർട്സുകൾ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ്. ഇതിൽ പിന്നെ ടെർമിനൽ ബോക്സും കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ നമുക്ക് വേറൊരു സെക്ഷനിൽ ചെയ്യാം, കാരണം അതൊക്കെ നമ്മൾ ഡീപ്പായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ ഇത് ജനറലായിട്ട് നമ്മൾ നോക്കാം. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരം ഡീറ്റെയിൽ ഒക്കെ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ സോളാർ പാനൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതുള്ളത്. നമ്മൾ എങ്ങനെയെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോയാൽ പോരാ, ഒരു സോളാർ പാനൽ നമ്മൾ ഡെഡിക്കേഷനോടുകൂടി തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക.